UDF സർക്കാരിന്റേത് നയരാഹിത്യ പ്രഖ്യാപനമെന്ന പ്രതിപക്ഷ വിമർശനം. കേന്ദ്ര സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് പേരിന് പോലും പ്രസംഗത്തിൽ പരാമർശമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഖജനാവിലെ നീക്കിയിരിപ്പിന്റെ കാര്യം മറച്ചുവെച്ചു. കിഫ്ബി, കുടുംബശ്രീ, തൊഴിലുറപ്പ് തുടങ്ങിയ പരാമർശങ്ങളില്ല. കേരളത്തെ പുതുയുഗത്തിലേക്ക് നയിക്കാനുള്ള സാമൂഹ്യ സാമ്പത്തിക റൂട്ട് മാപ്പ് നയപ്രഖ്യാപനത്തിലില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു. പ്രതീക്ഷിച്ച രീതിയിലുള്ള നയപ്രഖ്യാപനം അല്ല വന്നത് എന്താണ് കാണാൻ സാധിക്കും. നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് ഇടയാക്കിയ കിഫ്ബി, കുടുംബശ്രീ, വിവിധ മിഷനുകൾ ഇവയെക്കുറിച്ചെല്ലാം വല്ലാത്തൊരു മൗനം പാലിക്കുന്നതായിട്ട് കാണുന്നു. 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പ് വെച്ചുകൊണ്ടാണ് LDF സർക്കാർ ഇറങ്ങിയത്. പക്ഷേ ആ ഭാഗം മറച്ചുവെച്ച് ഒരു ശരിയല്ലാത്ത നെറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഈ നയപ്രഖ്യാപനത്തിൽ കാണാൻ കഴിയുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ യാഥാർത്ഥ്യ ബോധവുമായി നിരക്കാത്തതാണെന്ന് BJP വിമർശിച്ചു. 10 മിനിറ്റ് കൊണ്ട് പരിഹാരം കാണുമെന്ന് പറഞ്ഞ മുനമ്പത്തെക്കുറിച്ചും ശബരിമല സ്വർണ്ണക്കൊള്ളയിലും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്ന് V. മുരളീധരൻ MLA പറയുന്നു. യാഥാർത്ഥ്യബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ഒരാളും ഈ നയപ്രഖ്യാപനം, ഇതുപോലുള്ള ഒരു നയപ്രഖ്യാപനം നടത്തില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ആ സ്വർണ്ണക്കൊള്ളയുടെ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്? പരാമർശിക്കുന്നില്ല. മുനമ്പത്തിന്റെ വിഷയത്തിൽ ന്യൂനപക്ഷ ക്ഷേമത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ആകെ പറഞ്ഞിരിക്കുന്നത് വഖഫ് ആസ്തികളുടെ സംരക്ഷണവും പരിപാലനവും വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവക്ക് പ്രഥമ പരിഗണന നൽകുന്നതാണ്. 610 കുടുംബങ്ങൾക്ക് അവരുടെ സ്വന്തം ഭൂമിയിൽ അവരെ കയ്യേറ്റക്കാരായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനമായിരുന്നു. പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള പിണറായി വിജയന്റെ ആദ്യ വാർത്താ സമ്മേളനം. ഇതിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളിൽ, നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിൽ കഴിഞ്ഞ സർക്കാർ തുടങ്ങിവെച്ച വികസനങ്ങളുടെ ഒരു തുടർച്ച, അതിന്റെ ഒരു സൂചനയും ഈ പ്രസംഗത്തിലില്ല എന്ന് പറയുന്നു. കേന്ദ്രത്തിന്റെ അതേ രീതികളാണോ എന്ന് പറയുന്നു. കേന്ദ്രത്തെ വിമർശിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നതുകൊണ്ട് മിതമായി പറയുന്നു എന്ന രൂപത്തിൽ തന്നെ ആയിരുന്നില്ലേ? അത്ര രൂക്ഷമായ വിമർശനമായിട്ട് കാണാൻ കഴിയും? ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അതിരൂക്ഷമായ വിമർശനത്തിലേക്ക് കടന്നിട്ടില്ല. അതിന് അദ്ദേഹം നൽകിയ വിശദീകരണം സർക്കാരിൻ്റെ തുടക്കമാണ്. ആ തുടക്കത്തിൽ തന്നെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനത്തിലേക്ക് പോകുന്നില്ല. പിന്നീട് ജനകീയമായ പദ്ധതികൾ, ജനോപകാരപ്രദമായ പദ്ധതികളുമായി സർക്കാർ വന്നാൽ അതിനൊപ്പം പ്രതിപക്ഷമുണ്ടാകും. നേരെ മറിച്ച് ജനവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുമ്പോൾ മാത്രമായിരിക്കും പ്രതിപക്ഷം നിലപാട് മാറ്റുക, കടുത്ത നിലപാട് സ്വീകരിക്കുക എന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ സൂചിപ്പിച്ചത്. ഏതായാലും നേരത്തെ കിഫ്ബി അടക്കമുള്ള പല പദ്ധതികളും ഈ നയപ്രഖ്യാപനത്തിൽ പരാമർശിക്കാത്തതുള്ള ഒരു വിമർശനം ഉണ്ട്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം നയപ്രഖ്യാപനത്തിൽ ഇല്ല എന്നതും ചൂണ്ടിക്കാണിച്ചു. കാരണം ഫെഡറൽ സംവിധാനത്തിൻ്റെ ഒരു ലംഘനം, കടന്നുകയറ്റം അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് തുടർച്ചയായി 10 വർഷമുണ്ടായി. സാമ്പത്തിക നയത്തിൽ കേന്ദ്രം തിരുത്തൽ പോലും വരുത്തിയിട്ടില്ല. ആ സാഹചര്യത്തിൽ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം ഈ നയപ്രഖ്യാപനത്തിൽ പ്രതീക്ഷിച്ചിരുന്നു പ്രതിപക്ഷം എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതേസമയം തന്നെ കേന്ദ്രത്തിൻ്റെ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സർക്കാർ നയപ്രഖ്യാപനത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം ഇതൊരു തുടക്കമെന്ന നിലയിൽ കാണുന്നു. തുടക്കമായതുകൊണ്ട് തന്നെ കടുത്ത വിമർശനമോ കടുത്ത രീതിയിൽ സർക്കാരിനെതിരെ തിരിയാനോ ഇപ്പോൾ തയ്യാറെടുക്കുന്നില്ല എന്ന് മാത്രം. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.